ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. അപ്പോ ഇന്ന് മുതൽ നമ്മൾ ഒരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. പുതിയൊരു കറണ്ട് അഫയേഴ്സ് സീരീസ് ആണ്. ഇനി വരുന്ന എല്ലാ PSC എക്സാമുകൾക്കും പ്രയോജനമാവുന്ന വിധത്തിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും നോക്കുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാം കേട്ടോ. ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ആൻസർ നാലാമത്തെ രാജ്യമാണ് കേട്ടോ. അപ്പോ ഇന്ത്യ നാലാമത്തെ രാജ്യമാണ് അല്ലെ. അപ്പൊ ഇതിനു മുമ്പ് ഈ നേട്ടം കൈവരിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അമേരിക്ക, അതുപോലെ റഷ്യ, ചൈന കേട്ടോ. ഫസ്റ്റ് അമേരിക്കയാണ്, പിന്നെ റഷ്യ, ചൈന. ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് അമേരിക്ക, പിന്നെ റഷ്യ, പിന്നെ ചൈന, നാലാമത്തത് നമ്മുടെ ഇന്ത്യ ആണ് കേട്ടോ. എന്താണ് ഈ സ്പേസ് ഡോക്കിംഗ് എന്ന് പറഞ്ഞാല്? ബഹിരാകാശത്തിൽ വെച്ച് രണ്ട് പേടകങ്ങൾ കൂട്ടി യോജിപ്പിക്കുന്നതിനാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ. വേർപെടുത്തുന്നതിന് ഡി ഡോക്കിംഗ്. അപ്പൊ ഇത് രണ്ടും എന്താണ് ചെയ്യുന്ന സാങ്കേതിക വിദ്യ വിജയകരമായിട്ട് നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO നടപ്പിലാക്കിയ സ്പേസ് ഡെക്സ് എന്ന ദൗത്യമാണ് ഈ ഒരു ചരിത്ര നേട്ടത്തിന് പിന്നിൽ. എന്താണ് ഈ സ്പേസ് ഡെക്സ് എന്ന് പറഞ്ഞാല്? സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് ആണ് കേട്ടോ. അപ്പോ രണ്ട് ചെറിയ ഉപഗ്രഹങ്ങളാണ് ഇതിനായിട്ട് വിക്ഷേപിച്ചിട്ടുള്ളത്. XDX-01 XDX-02 കേട്ടോ. ഏതൊക്കെ? SDX-01 അതുപോലെ SDX-02. ഇപ്പൊ എന്താണ് ഇവ ഓരോന്നിനും ഏകദേശം 220 കിലോഗ്രാം ഭാരമുണ്ട്. അതുപോലെ 2024 ഡിസംബർ 30-നാണ് കേട്ടോ വിക്ഷേപിച്ചത്. ഏതാണ് നമ്മുടെ റോക്കറ്റ് യൂസ് ചെയ്തത്? PSLV C-16 ആണ്. PSLV C-16 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം നടന്നത്. ഏതാണ് ഡേറ്റ്? 2024 ഡിസംബർ 30. ഓരോന്നും നോട്ട് ചെയ്യട്ടോ. 2024 ഡിസംബർ 30-നാണ് വിക്ഷേപിച്ചത്. PSLV C-16 റോക്കറ്റ് ആണ് ഇതിൽ ഉപയോഗിച്ചത്. രണ്ട് ഉപഗ്രഹങ്ങളാണ് ഇതിലൂടെ വിക്ഷേപിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? SDX-01 SDX-02. ഓരോന്നിനും 220 കിലോഗ്രാം ഭാരമുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ദൗത്യത്തിന് ഉപയോഗിച്ച ഡോക്കിംഗ് സംവിധാനം ഭാരതീയ ഡോക്കിംഗ് സിസ്റ്റം എന്നറിയപ്പെടുന്നുണ്ട് കേട്ടോ. എന്താണ് ഈ ഒരു ദൗത്യത്തിന് ഉപയോഗിച്ച ഡോക്കിംഗ് സംവിധാനം എന്താണ് അറിയപ്പെടുന്നത്? ഭാരതീയ ഡോക്കിംഗ് സിസ്റ്റം. ഭാരതീയ ഡോക്കിംഗ് സിസ്റ്റം എന്നാണ് ഈ ഒരു ദൗത്യത്തിന് ഉപയോഗിച്ച ഡോക്കിംഗ് സംവിധാനം അറിയപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കോഴിക്കോട് ജില്ലയുടെ പുഷ്പമായി തിരഞ്ഞെടുത്ത പുഷ്പം ഏതാണ്? അതിരാണി പുഷ്പമാണ് കേട്ടോ. കോഴിക്കോട് ജില്ലയുടെ പുഷ്പമായിട്ട് തിരഞ്ഞെടുത്തത് അതിരാണി പുഷ്പത്തെയാണ്. അപ്പോ ഇതിനെ കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? അതിരാണി പുഷ്പത്തിന്റെ ശാസ്ത്രീയ നാമം മെലസ്റ്റൊമ മലബത്രിയം എന്നാണ് കേട്ടോ. മെലസ്ഡൊമ മലബത്രിയം. മെലസ്ഡൊമ മലബത്രിയം എന്നാണ് എന്ത് ഈ ഒരു അതിരാണി പുഷ്പത്തിന്റെ ശാസ്ത്രീയ നാമം വരുന്നത്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ ആദ്യത്തെ ജനകീയ ജൈവ വൈവിധ്യ പ്രഖ്യാപനമാണ് കോഴിക്കോട് ജില്ലയിൽ നടന്നിട്ടുള്ളത് കേട്ടോ. സംസ്ഥാനത്തെ ആദ്യത്തെ ജനകീയ ജൈവ വൈവിധ്യ പ്രഖ്യാപനമാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നടന്നത്. അപ്പൊ അതിനാണിയെ ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമായും മറ്റ് 8 ജൈവ സ്പീഷീസുകളെ ഔദ്യോഗിക പ്രതീകങ്ങളായും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനാണിയെ എന്താണ് നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമായിട്ടും അതുപോലെ മറ്റ് 8 ജൈവ സ്പീഷീസുകൾ കേട്ടോ. മറ്റ് 8 ജൈവ സ്പീഷീസുകളെ ഔദ്യോഗിക പ്രതീകങ്ങളായിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏതൊക്കെയാന്ന് നോക്കാം. പുഷ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിരാണില്ലേ. എന്താണ് ശാസ്ത്രീയ നാമം? മെലസ്റ്റൊമ മലബത്രികമാണ്. അതുപോലെ പക്ഷി എന്താണ്? പക്ഷി മേനിപ്പൊന്മാനാണ് കേട്ടോ. മേനിപ്പൊന്മാന്റെ ശാസ്ത്രീയ നാമം എന്താണ്? സയക്സ് എറിതക എന്നാണ് കേട്ടോ. സയക്സ് എറിതക എന്നാണ് മേനിപ്പൊന്മാന്റെ ശാസ്ത്രീയ നാമം. അടുത്തത് ചിത്രശലഭം മലബാർ റോസ് ആണ് കേട്ടോ. മലബാർ റോസിനെയാണ് ചിത്രശലഭമായിട്ട് പ്രഖ്യാപിച്ചത്. മലബാർ റോസിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? പക്ലിയോപ്റ്റു പാൻഡിയാൻ ആണ് കേട്ടോ. പക്ലിയോപ്റ്റു പാൻഡിയാൻ ആണ് ചിത്രശലഭത്തിന്, അതായത് മലബാർ റോസിന്റെ ശാസ്ത്രീയ നാമം. അടുത്തത് മൃഗം ഏതാണ്? ഈനാമ്പേച്ചി ആണ് കേട്ടോ. ഈനാമ്പേച്ചിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? മെനസ് ക്രാസിക്കോഡാറ്റ ആണ് കേട്ടോ. ഈനാമ്പേച്ചിയുടെ ശാസ്ത്രീയ നാമം മെനസ് ക്രാസിക്കോഡാറ്റ. അടുത്തത് ജലജീവി നീർനായാണ് കേട്ടോ. ലുട്രോഗാല് പേഴ്സിപ്പിസില്ലാറ്റ എന്നാണ് നീർനായയുടെ ശാസ്ത്രീയ നാമം. എന്താണ്? ലുട്രോഗാല് പേഴ്സിപ്പിസില്ലാറ്റ. അടുത്തത് മത്സ്യം പാതാള പൂന്താരകനാണ് കേട്ടോ. പാതാള പൂന്താരകൻ. അതിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? പാൻജെക്സ് ബൂച്ചിയ എന്നാണ് കേട്ടോ. ശാസ്ത്രീയ നാമം പാൻജെക്സ് ബൂച്ചിയ. അടുത്തത് വൃക്ഷം ഈയകമാണ്. ഈയകത്തിന്റെ ശാസ്ത്രീയ നാമം ഹോപ്പിയ എറോസ എന്നാണ് കേട്ടോ. അടുത്തത് പൈതൃക വൃക്ഷം ഈന്താണ്. ഈന്തിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? സൈക്കസ് സിർസിനാലിസ് ആണ് കേട്ടോ. സൈക്കസ് സിർസിനാലിസ് ഈന്ത്. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഈ കോഴിക്കോടിന്റെ ഔദ്യോഗിക പ്രതീകങ്ങളായിട്ട് പ്രഖ്യാപിച്ച സ്പീഷീസുകൾ. 8 ജൈവ സ്പീഷീസുകളാണിത്. അപ്പോ പുഷ്പം പഠിക്കുന്നതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള എല്ലാം കൂടെ ഒന്ന് പഠിക്കാൻ നോക്കട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഏതാ വരാന്ന് അറിയില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയുടെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആരും?
എന്താണ് ആൻസർ? MR ശ്രീനിവാസനാണ് കേട്ടോ. MR ശ്രീനിവാസനാണ് ഇന്ത്യയുടെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി. ഇദ്ദേഹം അടുത്തിടെ അന്തരിച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം എന്നാണ് അന്തരിച്ചത്? 2025 മെയ് 20 കേട്ടോ. ഈ വർഷം മെയ് 20 ഇദ്ദേഹം അന്തരിച്ചത്. ഇദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടോ. എന്താണ് MR ശ്രീനിവാസൻ എന്നത്? മാലൂർ രാമസ്വാമി ശ്രീനിവാസൻ എന്നാണ് കേട്ടോ. മുഴുവൻ പേരെന്താണ്? മാലൂർ രാമസ്വാമി ശ്രീനിവാസൻ. ഇദ്ദേഹം ആരായിരുന്നു? ആണവോർജ കമ്മീഷന്റെ മുൻ ചെയർമാൻ ആയിരുന്നു കേട്ടോ. ആണവോർജ കമ്മീഷന്റെ മുൻ ചെയർമാൻ ആയിരുന്നു. അതുപോലെ തന്നെ എന്താണ്? കാക്രപ്പാറ, നറോറ, കൽപ്പാക്കം തുടങ്ങിയ ആണവ നിലയങ്ങളുടെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും പങ്കുവഹിച്ചിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെയാണ്? കാക്രപ്പാറ, നറോറ, കൽപ്പാകം. ഇവയുടെയൊക്കെ എന്താണ്? രൂപകൽപ്പനയിലും നിർമ്മാണത്തിലൊക്കെ പങ്കുവഹിച്ച വ്യക്തിയാണ്. അതുപോലെ 18ഓളം എന്താണ് ഇതുപോലുള്ള ആണവോർജ നിലയങ്ങളുടെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? 2015 ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ നേടിയിട്ടുണ്ട് ഇദ്ദേഹം. അതുപോലെ 1984 പത്മശ്രീ നേടിയിട്ടുണ്ട്. 1990 പത്മഭൂഷൺ കേട്ടോ. മാറിപ്പോവരുത്, എന്താണ് ഒരു ഓർഡറിൽ പഠിക്കട്ടെ. 1984 പത്മശ്രീ, 1990 പത്മഭൂഷൺ, 2015 പത്മവിഭൂഷൺ. എന്നാണ് അന്തരിച്ചത്? 2025 മെയ് 20 അതുപോലെ പിന്നെന്താണ് നമ്മുടെ ഇദ്ദേഹം ആരാണ്? ഇന്ത്യയുടെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നാണ് അറിയപ്പെടുന്ന വ്യക്തിയാണ് MR ശ്രീനിവാസൻ. എന്നാൽ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് മാറ്റണ്ട് കേട്ടോ. ഹെൻറിക്കോ ഫെർമി ആണ് കേട്ടോ. ഹെൻറിക്കോ ഫെർമി ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഹെൻറിക്കോ ഫെർമി. ഇദ്ദേഹം ഇന്ത്യൻ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് MR ശ്രീനിവാസൻ. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? UPSC നിലവിലെ ചെയർമാൻ ആരെന്നാണ് കേട്ടോ. UPSCയിൽ നിലവിലെ ചെയർമാൻ ആരാണ്? ഡോക്ടർ അജയ് കുമാർ ആണ് കേട്ടോ. ഇദ്ദേഹം എന്താണ്? 2025 മെയ് 14 ചുമതലയേറ്റത്. ഇദ്ദേഹം മുൻ പ്രതിരോധ സെക്രട്ടറി ആയിരുന്നു കേട്ടോ. മുൻ പ്രതിരോധ സെക്രട്ടറി ആയിരുന്നു ആര്? ഡോക്ടർ അജയ് കുമാർ. അദ്ദേഹം 2025 മെയ് 14 ചുമതലയേറ്റത്. എന്താണ് ഒരു UPSC ചെയർമാന്റെ കാലാവധി എത്രയാണ്? 6 വർഷവും അതുപോലെ എന്താണ് അല്ലെങ്കിൽ 65 വയസ്സാണ് കേട്ടോ. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് ഇവരുടെ കാലാവധി. എന്നാണ് 2025 മെയ് 14 ഡോക്ടർ അജയ് കുമാർ ചുമതലയേറ്റത്. ഇദ്ദേഹം മുൻ പ്രതിരോധ സെക്രട്ടറി ആയിരുന്നു കേട്ടോ. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഉത്തർപ്രദേശിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ പാർക്ക് നിലവിൽ വരുന്ന നഗരം ഏത്? എന്താണ്? ആദ്യത്തെ സെമി കണ്ടക്ടർ പാർക്ക് നിലവിൽ വരുന്ന നഗരം ഏതാണ്? ഉത്തർപ്രദേശിൽ കേട്ടോ. ആൻസർ എന്താ? ഗ്രേറ്റർ നോയിഡ. ഗ്രേറ്റർ നോയിഡ എന്ന നഗരത്തിലാണിത് ഉത്തർപ്രദേശിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ പാർക്ക് നിലവിൽ വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു പ്ലേസ് പറയുകയാണെങ്കിൽ ഗ്രേറ്റർ നോയിഡയിലെ ജവാർ പ്രദേശത്തുള്ള നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് കേട്ടോ. ഗ്രേറ്റർ നോയിഡയിലെ ജവാർ പ്രദേശത്തുള്ള നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഇത് വരുന്നത്. അതുപോലെ ഇത് ഉത്തർപ്രദേശ് സർക്കാരിന്റെ സെമി കണ്ടക്ടർ പോളിസി 2024 ഭാഗമായിട്ടാണ് വരുന്നത്. എന്താണ്? ഉത്തർപ്രദേശ് സർക്കാരിന്റെ സെമി കണ്ടക്ടർ പോളിസി 2024 ഭാഗമായിട്ടാണ് ഇത് നിലവിൽ വരുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു പോളിസിയുടെ ലക്ഷ്യം? എന്തായിരുന്നു? അതായത് അതായത് ഉത്തർപ്രദേശിനെ ഒരു ഗ്ലോബൽ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് ഹബ്ബായി മാറ്റുക എന്നുള്ളതാണ് കേട്ടോ. ഒരു ഗ്ലോബൽ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് ഹബ്ബായി മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു പോളിസിയുടെ ലക്ഷ്യം വരുന്നത്. അപ്പൊ എന്താണ്? ഉത്തർപ്രദേശ് സർക്കാരിന്റെ സെമി കണ്ടക്ടർ പോളിസി 2024 ഭാഗമായിട്ടാണ് ഈ ഒരു ഗ്രേറ്റർ നോയിഡയില് സെമി കണ്ടക്ടർ പാർക്ക് നിലവിൽ വരുന്നത്. അതായത് എന്താണ്? ഉത്തർപ്രദേശിനെ ഒരു ഗ്ലോബൽ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് ഹബ്ബായി മാറ്റുക എന്നാണ് ഇതിന്റെ ലക്ഷ്യം കേട്ടോ. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 2025 പരിസ്ഥിതി ദിനത്തിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് കേട്ടോ. 2025 പരിസ്ഥിതി ദിനത്തിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഇതില് കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, ക്ഷമിക്കണേ. ഓക്കെ, ആൻസർ എന്താണ്? റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ് കേട്ടോ. റിപ്പബ്ലിക് ഓഫ് കൊറിയ, ദക്ഷിണ കൊറിയ ആണ് 2025 പരിസ്ഥിതി ദിനത്തിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം. എന്തായിരുന്നു 2025 പരിസ്ഥിതി ദിനത്തിന്റെ തീം? എന്തായിരുന്നു? പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നുള്ളതായിട്ടോ. എൻഡിങ് പ്ലാസ്റ്റിക് സൊല്യൂഷൻ എന്നുള്ളതായിരുന്നു ഇതിന്റെ മുഖ്യ വിഷയമായിട്ട് വന്നത്. ഇനി എന്താണ്? 2024 ഏത് രാജ്യമായിരുന്നു ആതിഥേയത്വം വഹിച്ചത്? സൗദി അറേബ്യ ആയിരുന്നു കേട്ടോ. 2024 പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്തായിരുന്നു? ഭൂമി പുനഃസ്ഥാപനം, മരുഭൂമീകരണം, വരൾച്ച പ്രതിരോധം എന്നിവയൊക്കെ ആയിരുന്നു മുഖ്യ വിഷയമായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഭൂമി പുനഃസ്ഥാപനം, മരുഭൂമീകരണം, വരൾച്ച പ്രതിരോധം. ഭൂമി പുനഃസ്ഥാപനം, മരുഭൂമീകരണം, വരൾച്ച പ്രതിരോധം എന്നിവയായിരുന്നു 2024 പരിസ്ഥിതി ദിനത്തിന്റെ തീം. ആരായിരുന്നു ആതിഥേയത്വം വഹിച്ചത്? സൗദി അറേബ്യ. മുദ്രാവാക്യം എന്തായിരുന്നു? നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി, നമ്മൾ പുനഃസ്ഥാപന തലമുറയാണെന്നുള്ളതായിരുന്നു 2024 മുദ്രാവാക്യം കേട്ടോ. പരിസ്ഥിതി ദിനത്തിന് മുദ്രാവാക്യമാണ് നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി, നമ്മൾ പുനഃസ്ഥാപന തലമുറയാണ്. നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി, നമ്മൾ പുനഃസ്ഥാപന തലമുറയാണ്.
ഇനി 2026 പരിസ്ഥിതി ദിനത്തിൽ ആരാണ് ആതിഥേയത്വം വഹിക്കുന്നത്? അസർബൈജാൻ റിപ്പബ്ലിക് ആണ് കേട്ടോ. അസർബൈജാൻ റിപ്പബ്ലിക്, മാറിപ്പോവരുത്, 2026 ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അസർബൈജാൻ റിപ്പബ്ലിക് ആണ്. എന്താണ് വിഷയം? തീം കാലാവസ്ഥാ പ്രവർത്തനം തന്നെയായിരുന്നു കേട്ടോ. കാലാവസ്ഥാ പ്രവർത്തനമാണ് തീം. അപ്പൊ മാറിപ്പോയത് 2025 ആരായിരുന്നു? റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ്. 2024 സൗദി അറേബ്യ ആയിരുന്നു. 2026 ഇനി അസർബൈജാൻ ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രഥമ ആഫ്രോ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരമാണ് കേട്ടോ. പ്രഥമ ആഫ്രോ ഏഷ്യൻ ആണ് കേട്ടോ. ആഫ്രോ അല്ല, പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പ്രഥമ ആഫ്രോ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം ഏതാണെന്നാണ്? ഹൈദരാബാദ് ആണ് കേട്ടോ. എന്താണ് ഈ ആഫ്രോ ഏഷ്യൻ ഗെയിംസ്? ഏഷ്യൻ ഗെയിംസിന്റെ അതേ മാതൃകയിൽ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങൾ പങ്കെടുത്ത ഒരു കായിക മാമാങ്കമായിരുന്നു കേട്ടോ ഇത്. അപ്പൊ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? എന്താ പറഞ്ഞത്? ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങൾ പങ്കെടുത്ത ഒരു കായിക മാമാങ്കമാണ്. 2003 ആദ്യമായിട്ടും അവസാനമായിട്ടും നടന്നത്. അപ്പോ ഇത് പുനരാരംഭിക്കുന്നതിന്റെ ഒരു സൂചന ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. 2003 നടന്നത്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ആൻസർ എന്താണ്? ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. ജൂൺ 23 കേട്ടോ. എന്താണ് ഈ ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമായിട്ട് ആചരിക്കാൻ കാരണം? ആധുനിക ഒളിമ്പിക്സ് ഗെയിംസുകൾക്ക് തുടക്കം കുറിച്ച ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി, അതായത് IOC ട്ടോ, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി IOC 1894 ജൂൺ 23 പാരീസിൽ സ്ഥാപിച്ചതിന്റെ ഓർമ്മ പുതുക്കാനായിട്ടാണ് ഈ ദിനം എന്താണ്? ഒളിമ്പിക്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ഒന്നുകൂടി പറയാം, ആധുനിക ഒളിമ്പിക്സ് ഗെയിംസുകൾക്ക് തുടക്കം കുറിച്ച ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി, അതായത് IOC 1894 ജൂൺ 23 പാരീസിൽ സ്ഥാപിച്ചതിന്റെ ഓർമ്മ പുതുക്കാനായിട്ടാണ് ഈ ദിനം നമ്മുടെ ഒളിമ്പിക്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? പിയറെ ഡി കൂബർട്ടിൻ ആണ് കേട്ടോ. പിയറെ ഡി കൂബർട്ടിൻ ആണ് ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. പിയറെ ഡി കൂബർട്ടിൻ. അതുപോലെ ഒളിമ്പിക്സ് മുദ്രാവാക്യം എന്താണ്? വേഗത്തിൽ, ഉയരത്തിൽ, ശക്തിയിൽ ഒരുമിച്ച് എന്നാണ് കേട്ടോ. ഇത് ചിലപ്പോൾ ഓർഡർ ഒക്കെ മാറ്റി കൊടുക്കാം. വേഗത്തിൽ, ഉയരത്തിൽ, ശക്തിയിൽ ഒരുമിച്ച് എന്നാണ് ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം. വേഗത്തിൽ, ഉയരത്തിൽ, ശക്തിയിൽ ഒരുമിച്ച്. ആരാണ് ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? പിയറെ ഡി കൂബർട്ടിൻ ആണ്. ഓക്കെ, അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആണ്. ഓരോന്നും അതിന്റെ എക്സ്പ്ലനേഷനും കേട്ട് നോട്ട് ചെയ്ത് തന്നെ പഠിക്കട്ടോ. അപ്പോ ഇനിയും ഇതുപോലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ് കാണാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.